ഹലോ ഗൈസ്, ദുബായ് റൂട്ട് സ്റ്റഡി എന്ന പ്ലാലിസ്റ്റിലെ നെക്സ്റ്റ് വീഡിയോ ആണിത്. ഇതെല്ലാവർക്കും എൻ്റെ ഫസ്റ്റ് വീഡിയോസ് കണ്ട ആൾക്കാർക്ക് എൻ്റെ വീടിൻ്റെ സ്ഥലമാണ് ജുമേറ 3. ഇവിടെ നിന്ന് സത്വയിലോട്ട് പോകുന്ന റൂട്ടാണ് ഞാൻ കാണിക്കുന്നത്. സത്വ എൻ്റെ വർക്ക്ഷോപ്പിലോട്ട് പോകുന്ന റൂട്ടാണ് ജുമേറ 3 ടു സത്വ. ഓൾമോസ്റ്റ് നോക്കുമ്പോൾ ഒരു 10-12 കിലോമീറ്റർ താഴെയാണ് റേഞ്ച് ഉള്ളത്. ആ റൂട്ടാണ് ഇത് കാണിക്കുന്നത്. ഈ അറ്റലത്തെ വീടൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ട്. ഈ യെല്ലോ കാർ കണ്ടിട്ടുണ്ട്. എൻ്റെ 3 വീഡിയോയിലുണ്ട് അത്. ഓക്കെ, എൻ്റെ അവിടുന്ന് ഏരിയയിൽ കിടക്കുന്നു. ഇനി അൽവാസ സ്ട്രീറ്റ് കയറുന്നു. നേരെ കറക്റ്റ് സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ അവിടെ എത്തും. D92 അൽവാസ സ്ട്രീറ്റ് സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ ഈ സത്വയാണ്. പക്ഷേ അതിനായിട്ടുള്ള കുറേ സിഗ്നൽസ് കട്ട് ചെയ്യാനുള്ള ചില പാരലൽ വേസ് ഉണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ കമ്പാരിറ്റീവ്ലി അത്ര വലിയ തിരക്കുണ്ടാവില്ല, ബിക്കോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ വീഡിയോയിൽ. ജുമേറ ടു സത്വ ഇത് ഈ റൂട്ട് ഭാഗത്തുള്ള ആൾക്കാർക്കാണ് എളുപ്പമുള്ളൂ. ഈ അൽക്കൂസ് ജീവിക്കുന്ന ആൾക്കാർക്ക് എളുപ്പമാണ് ഈ റൂട്ട് എടുക്കാൻ. പിന്നെ ഇവിടെ ജുമേറ ജീവിക്കുന്ന ആൾക്കാർക്ക് എളുപ്പമാണ് ഈ റൂട്ട് എടുക്കാൻ. വേറെ ആൾക്കാർക്ക് എടുക്കാനായിട്ട് കൽക്കയിൽ റോഡ് എടുക്കാൻ പറ്റും. കൽക്കയിൽ റോഡ് എടുത്ത് ഇങ്ങനെ മൂളിയോടെ വരാം. ഈ ജംഗ്ഷൻ ഉമ്മൽ ഷെരീഫ് റൂട്ടിൻ്റെ എൻ്റെ ഈ ജംഗ്ഷൻ എൻ്റെ ഫസ്റ്റ് വീഡിയോ കണ്ട ആൾക്കാർ അറിയാം. എൻ്റെ കണ്ണട പോയിട്ടുള്ള ജംഗ്ഷനാണ്. ഞാനൊരിക്കലും മറക്കില്ല. ഇനി ഇവിടുന്ന് ലെഫ്റ്റാണ് ഞാനിനി ഈ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ സത്വയെ കുറിച്ച് പറഞ്ഞുതരാം. സത്യത്തെ കുറിച്ച് ആൾക്കാർക്ക് ഒരു ഉണ്ടായി ജനറൽ നോളജ് ആയിട്ട് അറിയാൻ പറ്റിയ കാര്യങ്ങൾ. ഈ മെട്രോ വരുന്ന ആൾക്കാർക്ക് സത്വയിൽ പോകണമെന്നുണ്ടെങ്കിൽ മാക്സ് മെട്രോ സ്റ്റേഷൻ ADGP അവിടുത്തെ ആയിട്ട് ബസ് കിട്ടേക്കും. അങ്ങനെയാണ് വരാം. ഈ സത്വയിൽ മെയിൻ പറയുമ്പോൾ ഒരു റൗണ്ട് ബോട്ടാണ് പറയുക. സത്വ റൗണ്ട് ബോട്ട് കാണും അവിടെ. അതിൻ്റെ ഇപ്പോൾ റൈറ്റ് സൈഡിൽ ഒരു ചൽസി ഹോട്ടൽ, അതിനോട് മെയിൻ എല്ലാവരും പറയുന്ന ലാൻഡ്മാർക്ക്. അതിന് എത്ര നാൾ മുന്നേ ഒരു പാർക്കുണ്ട്. പിന്നെ ഈ റൗണ്ട് ബോട്ടിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നൈഫ് റൂട്ടിലൊക്കെ കാണുന്ന അതേ മുകളിലിട്ടിട്ടുള്ള സാധനമുണ്ട്. നൈഫ് ഇടല്ലേ ദുബായ് ആ ഭാഗത്തിൻ്റെ ഒരു കോപ്പി പോലെയാണ് ഈ സത്വ പറഞ്ഞ ഏരിയ. ഇപ്പുറത്തെ ഭാഗത്ത് പാലം കടന്നിട്ട് ഈ ഇൻഫിനിറ്റി ബ്രിഡ്ജ് കിടക്കുന്നു, അല്ലെങ്കിൽ മക്തും ബ്രിഡ്ജ് കടന്നിട്ട് ഇപ്പുറത്തെ ഭാഗത്തേക്കുള്ളത് പുതിയ ദുബായിൻ്റെ ഭാഗത്തേക്കുള്ള ഒരു ഏരിയ. എല്ലായിടത്തേക്കും ആക്സസിബിലിറ്റി ഏറ്റവും അടുത്തുള്ള ഒരു സ്ഥലമാണ് സത്വ. ബിസിനസ് മേൽക്കായാലും എവിടേക്കായാലും അൽക്കൂസിക്കായാലും എല്ലായിടത്തേക്കും പോകാനും ഈ ഷാർജ ഭാഗത്തേക്ക് കിസൈസ് എല്ലായിടത്തേക്കും പോകാനും ഒരു ബരാബറൊരു ദൂരമാണ് ഇവിടെ ഉള്ളത്. പിന്നെ അത് സസ്ത റേറ്റ് വളരെ കുറവിൽ താമസിക്കാൻ പറ്റണം. കൂടുതൽ ഫിലിപ്പൈനികളാണ് താമസിക്കുന്നത്. എന്നാലും സൂപ്പർ റേറ്റ് കുറഞ്ഞ് നിൽക്കാനുള്ള സ്ഥലങ്ങൾ എനിക്കറിയാം. ഞാനിത് പറഞ്ഞുതരാം. ഒരു 400 ദിറംസിനും 380 ദിറംസിനും ബെഡ് സ്പേസ് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് സത്വയിൽ. സത്വന് മെട്രോയ്ക്ക് എത്താൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെന്ന് തന്നെ ഉള്ളൂ. സത്വ മെയിനായിട്ട് അറിയപ്പെടുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഡിസംബർ 2nd റോഡുണ്ട് ഇവിടെ. ഡിസംബർ 2nd റോഡിൻ്റെയും പിന്നെ ഷെയ്ഖ് സായിദ് റോഡിൻ്റെ ഇപ്പുറത്തെ ഭാഗത്ത് കുറച്ച് ഭാഗമുണ്ട്. സത്വ എന്ന് പറയുമ്പോൾ ഒരു ഏരിയയിൽ സത്വ ബസ് സ്റ്റാൻഡ് വരും. സത്വ അടുത്തൊരു ജുമാ മസ്ജിദ് ഉണ്ട്, വലിയ പള്ളിയുണ്ട്. പിന്നെ ജുമേറയ്ക്കൊക്കെ പോകാൻ ഏറ്റവും അടുത്തുള്ള വഴികളാണ് സത്വ എല്ലാ ടൈമും ആൾക്കാർ ഓണായിട്ട് എടുക്കുന്ന സ്ഥലം. ഈ കരാമ, ഈ ബർദുബായ്, ദേറ പോലെ എപ്പോഴും ആൾക്കാരുള്ള ഒരു ഏരിയയാണ് സത്വ. റേറ്റ് കുറവിന് ഫുഡ് ഫിലിപ്പൈനി ഫുഡ്സ് കൂടുതൽ ആസ്വദിക്കാൻ പറ്റും. റേറ്റ് കുറവാണ് പൊതുവെ സാധനങ്ങൾക്ക്. പിന്നെ ലുലു ഉണ്ട്, നെസ്റ്റോ ഉണ്ട്. പിന്നെ ഒരു റേറ്റ് കുറവിൻ്റെ ആൾക്കാർക്ക് ഗ്രീൻലാൻഡ് എന്നുള്ളതുണ്ട്. പിന്നെ റെസ്റ്റോറൻറ്റ് ഉണ്ട് ഇഷ്ടംപോലെ. അതാണ് സത്വയുടെ ഒരു ഏരിയ. സത്വയുടെ അപ്പുറത്തെ ഭാഗത്തിട്ട് വരുമ്പോൾ ഹുദൈബ ഉണ്ട്. പിന്നെ അപ്പുറത്തോട്ട് ബർദുബായ് ആ ഏരിയയാണ് വരുന്നത്. കരാമ അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് സത്വനെ കുറിച്ചൊരു മെയിനായിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ള ഒരു ഏരിയ. കൂടുതലും പോപ്പുലേഷൻ അവിടെ മലയാളി ഉണ്ട്, ഫിലിപ്പൈനി കൂടുതൽ, പാകിസ്ഥാൻ, പിന്നെ ആഫ്രിക്കൻസ് അവിടുത്തെ പിന്നെ ഹിന്ദിക്കാർ കുറവാണ്. അവിടെ എനിക്ക് അവിടെ അറിയുന്ന ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്. അവിടെ ദിനേശ് എന്ന് പറഞ്ഞ ചേട്ടൻ, ആളുടെ അടുത്തേക്കാണ് ഞാനിത് പോകുന്നത്. ഈ വണ്ടിക്ക് കുറച്ച് കലപ്പല സൗണ്ടും ഓയിൽ ചേഞ്ച് ഒക്കെ ആക്കാനായിട്ട്. ഈ പാലം കയറി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ജുമേറ 2 അവസാനിക്കുന്നില്ല. 2ൻ്റെ ഭാഗമാണ് ഈ പാലം. ഇതൊക്കെ ഇതിൻ്റെ അടുത്ത് റൈറ്റ് സൈഡോട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബുർജ് ഖലീഫ കാണാൻ പറ്റും. ഇനി ജുമേറ 1 കഴിഞ്ഞ് ജുമേറ 1ൻ്റെ ആ ഭാഗത്തിനടുത്ത് റൈറ്റ് പോയാലാണ് ഈ സത്വ എന്ന് പറഞ്ഞ സ്ഥലം. ഈ സത്വ ഈ വഴിക്ക് മുമ്പ് സത്വ എത്ര നാൾ മുന്നേ ഒരു ഹോസ്പിറ്റലാണ് കാണാം. ഇറാനിയൻ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ട്. അത് വലിയ ഹോസ്പിറ്റലാണ്. ഇവിടെ 2 സൈഡിലും ഉണ്ട്. ആ അവിടുന്ന് റൈറ്റ് എടുത്ത് നേരെ ഉള്ളിലോട്ട് പോയാലാണ് സത്വ എന്ന് പറഞ്ഞ ഏരിയ. സത്വ ഒരു അത്യാവശ്യം വലിപ്പമുള്ളൊരു ഏരിയ ആണ്. നമ്മളിപ്പോൾ പറയുമ്പോൾ ഒരു ഏരിയ പറയില്ലേ, കരാമ പറയുമ്പോൾ കരാമ മൊത്തമില്ലേ, അതേപോലെ സത്വ ഭാഗത്ത് ഒരു മൊത്തം ഉണ്ട്. സത്വ എന്ന ഏരിയ നല്ല തിരക്കുള്ള ഒരു ഏരിയ ആണ്. അത്യാവശ്യം ചെറിയ റോഡുകളാണ്. സത്വ റൗണ്ട് ബോട്ടിൽ മറ്റേ എക്സ്പോ 2020 ബോർഡ് ഇപ്പോഴും ഉണ്ട്. പിന്നെ ഇപ്പോൾ ഈ വീഡിയോയിൽ ഇപ്പോൾ സത്വയെ കുറിച്ച് ഞാനൊരു ചെറിയൊരു നോളജ് തന്നിട്ടുണ്ട്.
മെട്രോ പോകുന്ന ആൾക്കാർക്ക് ഇത് കാണാൻ പറ്റില്ല. ഇതിപ്പോൾ നാട്ടിലുള്ള ഇരിക്കുന്ന ആൾക്കാർക്ക് ഇത് കാണിച്ചു തരുന്നത്. എൻ്റെ ഈ വീഡിയോസ് ഉണ്ടാക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം ദുബായ് റോഡ്സ് ആൾക്കാർക്ക് പരിചിതമാകാനായിട്ട്, ന്യൂ കമേഴ്സിന്, ന്യൂ ഡ്രൈവേഴ്സിന്, ആവറേജ് ഡ്രൈവേഴ്സിന് വഴികൾ പറഞ്ഞു കൊടുക്കുക, റോഡ് നോളജ് കൊടുക്കുക. നാട്ടിലുള്ള പ്രേക്ഷകർക്ക് ദുബായ് അപ്ഡേറ്റഡ് ദുബായ് എങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്ന ഏരിയ, സ്ഥലം, എന്തൊക്കെ ചേഞ്ചസ് നമുക്ക് നാട്ടിൽ വരുത്താം, അതായത് എന്തൊക്കെ മാറ്റങ്ങളുണ്ട് ഇവിടെ, എത്ര മാറ്റങ്ങളുണ്ട് നാട്ടായിട്ട് തമ്മിലുള്ള ഇപ്പോൾ ലൈവ് ദുബായാണ് ഇതൊക്കെ, അപ്ഡേറ്റഡ് ദുബായ്. അതുകൊണ്ട് ക്യാമറ ബൈക്കിലെ ടൈപ്പ് ക്യാമറ ഉണ്ട്, എല്ലാവർക്കും കാണാൻ പറ്റും അത്യാവശ്യം. അത് ഞാൻ എൻ്റെ ഇതിലോട്ട് ഞാനിപ്പോൾ പോകുന്ന റൂട്ടുകൾ ഒറ്റ റൂട്ട് പോലും ഒന്നും കട്ട് ചെയ്യുന്നില്ല, ഫുൾ റൂട്ടാണ് കാണിക്കുന്നത്. ഈ 13 മിനിറ്റ് എന്നാക്കിയിട്ടുള്ളതാണ് സിഗ്നൽസ്. ഞാൻ നിന്നിട്ടുള്ള സമയം മാത്രമേ കട്ട് ചെയ്തിട്ടുള്ളൂ. ഇതൊരു പാരലൽ റോഡാണ്. ഇപ്പോൾ ഇവിടെ ഒരു ലെഫ്റ്റ് സൈഡിലൊരു സിഗ്നൽ കാണും. എനിക്ക് ആ സിഗ്നൽ എടുക്കാണ്ട് അങ്ങനെ പോകണം. സിഗ്നലില്ലാതെ ദുബായിലൂടെ യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും സ്പീഡിൽ എത്താൻ പറ്റും. അതിന് ആൾക്കാർ LKL റോഡ്, 311 അങ്ങനത്തെ റോഡുകൾ എടുക്കുന്നത്. ഷെയ്ഖ് സയ്യിദ് റോഡ് സിഗ്നൽസ് ഇല്ല. ഈ റോഡിലൊക്കെ വരുമ്പോൾ സിഗ്നൽസ് ഉണ്ട്. ഒരു സിഗ്നലിൽ പെട്ടെന്ന് കുറേ നേരം നിൽക്കേണ്ടി വരും. ഞാനിപ്പോൾ ഈ സിഗ്നലിൽ രക്ഷപ്പെട്ടു. അവിടെ ഒരു ചോപ്പ് എത്തിയെടുക്കുക, ഞാനിവിടെ ഈ റൈറ്റ് സൈഡ് പാരലൽ റോഡ് വഴി എടുത്ത്. ഇതിങ്ങനെ ഒരു പാരലൽ റോഡ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് എന്തിനാണെന്നുള്ള കാര്യം എനിക്ക് തോന്നുന്നു ട്രാഫിക് രക്ഷപ്പെടാനാണെന്നുണ്ട്. അറിയുന്ന ആൾക്കാർക്ക് അത് എടുക്കാൻ പറ്റും. അല്ലാത്ത ആൾക്കാർ മെയിൻ റോഡിലൂടെ തന്നെ പോകും, എന്നിട്ട് ആ സിഗ്നലിൽ പെടും ചെയ്യും. ഞാൻ ബൈക്ക് യൂസ് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് അത്രയും യാത്ര വളരെ സുഖകരമായി തോന്നാറുണ്ട്. നിങ്ങൾക്കിപ്പോൾ നോക്കിക്കോ, ഞാനിപ്പോൾ മാപ്പ് ഇട്ടിട്ടും അതൊന്നും നല്ല ഓടിക്കുന്നത്. എനിക്ക് ഏകദേശം ഫുള്ള് വഴി ഒരു 70% വഴി എനിക്ക് കാണാണ്ട് അറിയാം. ദുബായിലുള്ള മാപ്പിലാണ്ട് പോകാൻ എൻ്റെ ബോർഡ് നോക്കിയിട്ട് ഞാൻ പോകും. പിന്നെ ഇപ്പോൾ ഞാൻ ഇനിയും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, വഴികൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുവിധം സെറ്റാണ്. ഞാനിപ്പോൾ 1.5 കൊല്ലത്തിൻ്റെ അടുത്തായി വണ്ടി ഓടിക്കുന്നു. ഇവിടെ പല വണ്ടികളായിട്ട് ഓടിക്കുന്നു. ബൈക്കുണ്ട്, കാറുണ്ടായിരുന്നു, കാറിൽ ഓടിച്ചിരുന്നു, പിന്നെ ലോറി പോലത്തെ ഒരു വണ്ടി ഓടിച്ചിരുന്നു. അതുകൊണ്ട് എനിക്ക് സ്ഥലങ്ങൾ അത്യാവശ്യം ക്ലിയറാണ്. ഞാൻ കൂടുതലിപ്പോൾ യാത്ര ചെയ്യുന്നത് ബിക്കോസ് ഞാൻ മുമ്പ് നിന്നിരുന്നത് സത്വലാണ്. ഞാനത് വഴി പഠിക്കാൻ വേണ്ടിയിട്ട് തന്നെ റൂമുകൾ മാറി നിന്നിട്ടുള്ള ഒരാളാണ്. ആദ്യം ഒരു കൊല്ലത്തിൻ്റെ അടുത്ത് ദേറ നിന്നു. ദേറ ആ ഭാഗമൊക്കെ ഞാൻ പഠിച്ചു. ഷാർജ ബോർഡർ തൊട്ട് ദേറ ബർദുബായ് വരെ ഞാൻ പഠിച്ചു അതിൽ. പിന്നെ അപ്പോൾ ഇവിടുന്ന് റൂം മാറി ഞാൻ സത്വയിൽ വന്ന് റൂമിൽ നിന്നു. സത്വ റൂമിൽ ഇപ്പോൾ എല്ലാ ഭാഗത്തുള്ള ആക്സിഡൻറ്റ്, മറ്റേ ഫിനാൻഷ്യൽ സെൻറ്റർ, അതിൻ്റെ അപ്പുറത്തോട്ട് 311 കിടക്കുന്നു, അവിടെ ഇൻ്റർനാഷണൽ സിറ്റി, അതൊക്കെ ആ ഭാഗമൊക്കെ ഞാൻ പഠിച്ചു ഒരുവിധം. പിന്നെ ഇപ്പോൾ റൂം ഞാൻ ഇപ്പുറത്തോട്ട് എടുത്തു. ഓൾമോസ്റ്റ് ഒരു എൻ്റെയുള്ള ജുമേറ 3 ഭാഗത്തേക്ക് എടുത്ത്, ബുർജ് അൽ അറബിൻ്റെ ഒക്കെ അടുത്താണ്, കൈറ്റ് ബീച്ചിൻ്റെ അടുത്ത്. അപ്പോൾ അവിടുന്ന് അൽക്കൂസ ആ ഭാഗങ്ങളെ ഏരിയകൾ, മറീന, ഇപ്പോഴുള്ള DMCC ഉള്ളിൽ ക്ലസ്റ്റേഴ്സ്, ആ ഭാഗങ്ങൾ കുറച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ളത് ജബ്ലാലി ഭാഗത്ത് റൂം എടുക്കുകയാണ്. ജബ്ലാലി ഭാഗത്ത് റൂം എടുക്കാൻ എനിക്ക് വലിയ താല്പര്യമില്ല, ബിക്കോസ് അത് കൂടുതലും ലേബർ ക്യാമ്പ്, പാർക്കോ, എനിക്കൊരു ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഏരിയ അല്ല അത്. അതെനിക്ക് വഴികൾ അത്യാവശ്യം എനിക്കറിയാം. ഞാൻ അതിൻ്റെ ഫ്രീ സോണിൻ്റെ ഉള്ളിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഫ്രീ സോണിൻ്റെ ഉള്ളിൽ എനിക്ക് വഴികളൊക്കെ അത്യാവശ്യം അറിയാം. ഫ്രീ ട്രേഡ് സ്ട്രീറ്റ്, മീന റോഡ്സ് ഞാൻ അത്യാവശ്യം ഞാനിപ്പോൾ നോക്കിപ്പോൾ യാത്ര ചെയ്ത് പഠിച്ചാണ് കേട്ടോ. ഇത് നമ്മുടെ D92 അൽവാസൽ റോഡ് സ്ട്രേറ്റ്. ഇതിൻ്റെ പിന്നെ ലെഫ്റ്റ് സൈഡിലൊരു പാരലൽ റോഡ് പോകുന്നുണ്ട്. അതിന് ജുമേറ സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ട്, അത് ബീച്ച് റോഡ് ഏറ്റവും അടുത്തുള്ള റോഡ് D94 ആയിരിക്കും. ആ 2 റോഡുമാണ് നമുക്ക് ദേറ, ബർദുബായ്, ഇൻഫിനിറ്റി ബ്രിഡ്ജിൻ്റെ ഭാഗത്തേക്കൊക്കെ പോകാനായിട്ട് എളുപ്പം. ഞാൻ പോകുന്നത് സത്വരിക്കാണ്. സത്വരിക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് കിടക്കാൻ പറ്റും. ഞാൻ യൂസ് ചെയ്യുന്ന റോഡ് ഇവിടെ കൂടുതൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫ്ലാറ്റ്സ് കുറവായിരിക്കും, കൂടുതലും വില്ലാസ്, വലിപ്പം കുറഞ്ഞ ബിൽഡിങ്സാണ് കൂടുതലും. ഈ ഭാഗം എന്ന് പറഞ്ഞാൽ റെസിഡൻഷ്യൽ ഏരിയ. ഈ ലെഫ്റ്റ് സൈഡ് പോകുന്നത് ജുമേറ 1, 2, 3 ഒക്കെ. ഞാൻ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് അബുദാബിയാണ് ഭയങ്കര കാമെന്നുള്ള കാര്യം. അബുദാബിയിൽ വന്ന് കാമ ജീവിക്കണം. ഞാൻ ദുബായിൽ അബുദാബിനേക്കാളും കാമിൽ ജീവിക്കുന്നുണ്ട് ഇപ്പോൾ. അത്രയ്ക്കും കാമ ഏരിയ എന്ന് പറഞ്ഞാൽ അത് ഞാൻ നിൽക്കണതിൻ്റെ ഒരു 3 കിലോമീറ്റർ റേഡിയസിൽ ഒരു ഇല്ല, ഫ്ലാറ്റില്ല, അതിലെല്ലാം റെസിഡൻഷ്യൽ ഏരിയ. ഭയങ്കര കാമാണ് ദുബായ് കേട്ടോ. നിങ്ങൾ വിചാരിക്കുമ്പോൾ ദുബായ് അത്ര രക്ഷമുള്ളതല്ല. ദുബായിൽ ഭയങ്കര കാമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. റാഷിദിയ, ഇത് എൻ്റെ ഏരിയ ഒക്കെ നല്ല കാമ ഏരിയകളാണ്. അബുദാബിയിൽ മാത്രമല്ല കാമായിട്ടുള്ളത്, ദുബായിലും കാമുണ്ട്. നമുക്ക് ദുബായ്ക്കാർക്ക് പറയാനൊരു ഇതായി. ഈ ഫ്രണ്ടിലുള്ള വണ്ടിയാണോ ഇത്? ഭയങ്കര വലിയൊരു വണ്ടിയാണ്. കണ്ടിട്ട് ഷവർലയാണ്, ടാഹോ. ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് അപ്പുറത്തോട്ട് കാണാനില്ല വലിപ്പം കാരണം ആ വണ്ടിയുടെ. ഇതിപ്പോൾ ഞാൻ കുറച്ചുകൂടിയും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ സത്വരോട് കിടക്കേണ്ട റോഡ്, ഞാൻ പറഞ്ഞ ഇറാനിയൻ ഹോസ്പിറ്റലൊക്കെ ഈ ലെഫ്റ്റ് സൈഡിലാണ്, റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും വരും. ഈ പാലത്തിൻ്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഇറാനിയൻ ഹോസ്പിറ്റലാണ്. ഞാൻ ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സത്വേൻ്റെ ഉള്ളിലോട്ട് കിടക്കും. ഈ വഴിക്ക് നേരെ പോയിട്ടില്ല, റൈറ്റ് അടിച്ച് പോയിട്ടുണ്ടെങ്കിൽ നേരെ സത്വ ബസ് സ്റ്റാൻഡ്, ആ ഭാഗങ്ങൾ, അവിടെ ഒരു വലിയ പള്ളിയുണ്ട്. അതൊക്കെ എനിക്ക് ഇവിടുത്തെ വഴി അറിയാമെന്ന്, ബിക്കോസ് ഞാൻ സത്വയിൽ ജീവിച്ചിട്ടുള്ളതുകൊണ്ടാണ്.
സത്വയിൽ നിന്നൊരു 3-4 കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബർദുബായാണ്. കരാമ ഒരു 4 കിലോമീറ്റർ 5 കിലോമീറ്ററിൻ്റെ ഉള്ളിലുണ്ട്. എല്ലാം എടുത്തെടുത്ത് ആക്സസിബിലിറ്റി ഉള്ള ടൗണിൻ്റെ അടുത്തുള്ള മെയിൻ സ്ഥലം സത്വ എന്ന് പറയാം. റേറ്റ് കുറവിൽ താമസിക്കാനായിട്ട് 400, 360 രൂപയ്ക്ക് 370 രൂപയ്ക്ക് നിൽക്കുന്ന ബെഡ് സ്പേസുകളുണ്ട് ഇവിടെ. കരാമയിൽ ഇപ്പോൾ മാറണമെങ്കിൽ 700 രൂപ 800 രൂപയൊക്കെ ആയിരിക്കും. ഇവിടെ 500-നൊക്കെ നല്ല ബെഡ് സ്പേസ് കിട്ടാവുന്നതേ ഉള്ളൂ. അത്യാവശ്യം ആൾക്കാർ എണ്ണം കുറവുള്ളത്. ഈ 400-ലൊക്കെ ഉള്ള 8 പേരൊക്കെ ഉണ്ടാവും മിനിമം. ഇപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ ഇത് കാണുന്നതാണ്. ഇവിടെ അത്യാവശ്യം റേറ്റ് കുറവിൻ്റെ സാധനം കിട്ടുന്ന ഒരു സ്ഥലം ഗ്രീൻലാൻഡ്. അതിനപ്പുറത്ത് തന്നെ നെസ്റ്റോ ഉണ്ട്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ലുലു ഉണ്ട്. ഇത് നെസ്റ്റോൻ്റെ ഒരു ഏരിയ. നെസ്റ്റോൻ്റെ ഈ സത്വയുടെ ഉള്ള ഏരിയകളിൽ പെട്ട ഏരിയകളാണ് ഇതൊക്കെ. എനിക്ക് പോകേണ്ടതും ഈ ഉള്ള ഏരിയയിലെ ഒരു ഏരിയയിലാണ് പോകേണ്ടത്. ബിക്കോസ് ദിനേഷ് എന്ന് പറഞ്ഞ വർക്ക്ഷോപ്പുള്ള നേപ്പാളിലുള്ള ചെക്കനാണ്. അവരാണ് ഈ ഷോപ്പല്ല, ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ ഇത് വെച്ചിട്ടുള്ളതാണ്. ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു ഏരിയ അവനായിട്ട് കൊടുത്ത വർക്ക്ഷോപ്പിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ, സൈക്കിൾ ശരിയാക്കണ അതങ്ങനെയായിട്ട് കൊടുത്തിട്ടുള്ളതാണ്. അവനെ കാണാനും അവൻ്റെ പണ്ട് അപ്പാച്ചി ആയിരുന്നു എന്ന് പറഞ്ഞ നാട്ടിൽ. അപ്പോൾ അവന് പജരെന്ത് പണി ഉണ്ടെങ്കിലും എൻ്റെ അടുത്തേക്ക് വന്നു. എനിക്കെല്ലാം അറിയാം. അവൻ സൂപ്പർ ഐഡിയാസൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ബാറ്ററി 5 പ്രാവശ്യം പൊള്ളയായിട്ട് പോയി. അത് ആ ഇഷ്യൂസ് എനിക്ക് മാറ്റാനുള്ള ഐഡിയ അവൻ തന്നെ പറഞ്ഞു. ആ ഒരു പ്ലഗ് ഊരിയിട്ട് കയ്യിൽ പിടിക്കണം. അതിൽ വണ്ടി ക്ലച്ച് പിടിച്ചാലും വണ്ടി ക്ലച്ച് വിട്ടാലും വണ്ടി ഓഫ് ആവില്ല. ഓണായിട്ട് പവറായി ബാറ്ററി പൊള്ളയ്ക്കും. അതിനുള്ള ഐഡിയ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതേപോലെ 4-5 പ്രാവശ്യം അതിന് ശേഷം ഉണ്ടായിട്ടുണ്ട് അതേപോലെ. അപ്പോൾ ഞാൻ ആ ഐഡിയ ചെയ്തിട്ട് രക്ഷപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ എൻ്റെ ബാറ്ററി പോകാൻ 80 രൂപ 70 രൂപ എടുത്ത് വീണ്ടും ബാറ്ററി മാറ്റേണ്ടവൻ തന്നെ. അവൻ അത്യാവശ്യം ഐഡിയ ഉണ്ടെന്ന് എനിക്ക് അത് മനസ്സിലായിട്ടുണ്ട്. അവൻ യൂസ് ചെയ്തിരുന്ന വണ്ടിയാണ്. ഇതുണ്ടോ, നാട്ടിലെ ആൾക്കാർക്ക് പ്രകൃതി ഭംഗി എങ്ങനെയാണ് ദുബായ്, എങ്ങനെ എത്ര കാമൺ പോയിട്ടാണ് ഏറ്റവും നല്ല സൂപ്പർ കാർസ് ഉണ്ട്, എന്തൊക്കെയാണ് ഫെസിലിറ്റീസ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഡയറക്റ്റ് കാണാം. ഒരൊറ്റ കട്ട് പോലും ഇല്ല. ഇതാണ് അപ്ഡേറ്റഡ് ദുബായ് ലേറ്റസ്റ്റ് വീഡിയോസ്. അത്രയ്ക്കും അപ്ഡേറ്റഡ് ആണ്, നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇതൊക്കെ ഒരു ഏരിയ കുറച്ച് ചെറിയ ഏരിയ ആണ്. എൻ്റെ റൂമൊക്കെ പഴയത് ഇതിൻ്റെ അടുത്ത് തന്നെയാണ്. ഞാൻ കാണിക്കാൻ പറ്റില്ല, പക്ഷേ ഈ വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല. പക്ഷേ ചട്ടുവലിലൊക്കെ പോണ ആൾക്കാർക്ക് ഈ റോഡൊക്കെ കണ്ട് നല്ല ശീലമുണ്ടാവും. ഞാനിവിടെ വണ്ടിയുള്ള ആൾക്കാർക്ക് കൂടുതലും മനസ്സിലാക്കാൻ പറ്റുള്ളൂ കേട്ടോ. ബിക്കോസ് വണ്ടിയില്ലാത്ത ആൾക്കാർക്ക് ഒരു ലിമിറ്റഡായിട്ടാണ് ഇവിടെ പോകാൻ പറ്റുള്ളൂ. ബിക്കോസ് ബസ്സിലും നടക്കാനും ഈ ചൂടത്ത് അത്ര പോസിറ്റീവുള്ള ആയിരിക്കില്ല, അല്ലെങ്കിൽ അത്രയും ഡെഡിക്കേഷൻ വേണ്ട ഒരു മനസ്സിന്. അപ്പോൾ ഇപ്പോൾ കാലഘട്ടം ഇപ്പോൾ ചൂട് തുടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ റീസെൻ്റ്ലി 2-3 ദിവസമായിട്ട് പുറത്ത് ഉച്ചയ്ക്ക് ഇറങ്ങുമ്പോൾ നല്ല ചൂടുണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി ചൂട് കണ്ടിന്യൂസ് ആയിട്ട് കൂടുന്നതാണ് എനിക്ക് തോന്നുന്നത്. രാത്രി സമയം ചെറിയ തണുപ്പ് ഇപ്പോഴും ഉണ്ട്, കുഴപ്പമില്ല. ഞാൻ അബുദാബിയിൽ നിന്ന് ഇന്നലെ വന്നുള്ളൂ. അബുദാബി എനിക്ക് കുറച്ച് ജോബ് സെർച്ചിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് അബുദാബിയിലായിരുന്നു. പിന്നെ എൻ്റെ അക്കൗണ്ട് ഹാക്കായിരുന്നു. അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടും ഫ്രണ്ടിൻ്റെ അടുത്ത് പോയി. ലാപ്ടോപ്പിൽ നിന്ന് ഞാനൊന്ന് സെറ്റ് ചെയ്ത് വിട്ടിട്ടുണ്ട്. അതിൻ്റെ റെക്കോർഡ് ചെയ്ത് കിട്ടിയിട്ടില്ല അക്കൗണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഇടുന്നതാണ്. ഈ റെക്കോർഡ് ഒരു 3 മിനിറ്റെങ്കിലും മിനിമമുള്ള ഒരു വീഡിയോ ഇടുന്നതാണ്. ആ ഒരു മിസ്സിങ് ഉണ്ടായ എൻ്റെ പേരിലൊരു എക്സ്പ്ലനേഷൻ. അതിലൊരു സെക്കൻഡ് ട്രാജഡി ഉണ്ടായിട്ടുണ്ട്. ഞാനിപ്പോൾ എത്താറായിട്ട് കറക്റ്റ്. ഞാനിവിടുന്ന് ഒരു ലെഫ്റ്റ് സൈഡിൽ പോകുന്ന ഒരു സൈക്കിൾ കടയുണ്ട്. ഈ സൈക്കിൾ കടയുടെ ഇപ്പുറത്ത് പോയിട്ടാണ് ഞാൻ അവൻ്റെ വർക്ക്ഷോപ്പിൻ്റെ ഉള്ളിൽ റൈറ്റ് സൈഡിലാണ് ദിനേശിനെ കാണാനാണ്. ദിനേശ് അൺഫോർച്ചുനേറ്റ്ലി ഇല്ല അവിടെ. ദിനേശിനെ വെയിറ്റ് ചെയ്ത് നിൽക്കാം. ഫോൺ നമ്പറൊക്കെ ഉള്ള ഒരു കുഴപ്പമില്ല, എല്ലാം കൂളാണ്. എല്ലാവരും റോഡ്സ് കുറച്ചൊക്കെ മനസ്സിലാക്കുന്നു. താങ്ക് യു. നെക്സ്റ്റ് വീഡിയോ സീ യു.